പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം കേന്ദ്ര സർക്കാർ പാസ്സാക്കിയിട്ടുള്ള ലോകസഭയിൽ പാസ്സാക്കിയ പുതിയൊരു നിയമമാണ്. ഓൺലൈൻ ചൂതാട്ടം നിരോധിച്ച് കൊണ്ടുള്ള ഒരു നിയമമാണ്. അപ്പോൾ നമുക്ക് ഓൺലൈൻ ഗെയിമിംഗ്, പ്രധാനമായിട്ട് ഓൺലൈൻ ഗെയിമിങ്ങിനെ കുറിച്ചാണ്. സ്കില്ല് ഉപയോഗിച്ചുള്ള കളികൾക്ക് നിയന്ത്രണമില്ല. അതല്ലാതെ സാമ്പത്തികം കടന്നു വരുന്ന ഓൺലൈൻ ഗെയിമുകൾ വളരെ വ്യാപകമായിട്ട് ഇന്ത്യയിൽ അത്തരം ഗെയിമുകളുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ കാണുന്ന പല വീഡിയോകളുടെയും ഇടയിൽ പരസ്യമായിട്ട് ഇത് കയറി വരാറുണ്ട്. വളരെ പ്രശസ്തരായ സെലിബ്രിറ്റികൾ ഈ പരസ്യങ്ങളിലൊക്കെ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ കുഴപ്പം എന്താണ് എന്ന ചോദ്യം. നമ്മൾ നിരവധി പേരുടെ മരണം കണ്ടു, നിരവധി പേര് മരണപ്പെട്ടിട്ടുണ്ട്. പലതും റിപ്പോർട്ട് ചെയ്യപ്പെടാതെ ഉണ്ടായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ അഡിക്ഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന കോഴിക്കോടുള്ള ഒരു സുഹൃത്ത്, അദ്ദേഹത്തിന്റെ പഠനാവശ്യം നടത്തിയിട്ടുള്ള കുറെ ഡാറ്റ അദ്ദേഹം കളക്ട് ചെയ്തിട്ടുണ്ട്. 50ഓളം കുടുംബങ്ങളിൽ അദ്ദേഹം പഠനം നടത്തിയതായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഡാറ്റ ഒന്നും അവര് പുറത്തേക്ക് വിട്ടിട്ടില്ല. അപ്പൊ അത് ചില കാര്യങ്ങളെ കുറിച്ച് അനലൈസേഷന്റെ ഭാഗമായിട്ടാണ്. അവരുടെ വ്യക്തിപരമായ വിവരങ്ങൾ അത്രയും സ്വകാര്യത ഉള്ളത് കൊണ്ടാണ്. ജസ്റ്റ് അദ്ദേഹത്തിന്റെ ഒരു അവബോധം, അദ്ദേഹം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്, ആളുകളെ സഹായിക്കുന്ന, സൗജന്യമായിട്ട് തന്നെ ഏറെക്കുറെ സഹായിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ആവശ്യത്തിന് നടത്തിയ പഠനം വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു റിസൾട്ടാണ് അദ്ദേഹം ഷെയർ ചെയ്തത്. അവിടെ നിരവധി ഈ മലബാർ മേഖലയിൽ മാത്രമായിട്ട് തന്നെ നടത്തിയ പഠനങ്ങളിൽ പല ഭാഗങ്ങളിലുള്ള ആളുകൾ, അദ്ദേഹത്തിനായിട്ട് ബന്ധപ്പെട്ട കുടുംബങ്ങൾ, അതുമായി റിലേറ്റ് ചെയ്യുന്ന അടുത്ത കുടുംബങ്ങൾ, ഇത്തരത്തിലാണ് ഈ പഠനങ്ങൾ വന്നത്. ഇവിടങ്ങളിലെല്ലാം തന്നെ പല രീതിയിലും വീട്ടമ്മമാർ ഇതിൽ പെട്ടിട്ടുണ്ടെന്നാണ്. വിദേശത്ത് ഹസ്ബൻഡ് ഉള്ള 3 കുട്ടികളുടെ ഒരു അമ്മയുടെ കഥ പറയുണ്ടായി. കഥയല്ല, ഒരനുഭവം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഭർത്താവ് അറിയാതെ ഭർത്താവിന് എക്സ്ട്രാ ഒരു വരുമാനം നേടിക്കൊടുക്കാൻ കൂട്ടുകാരി പറഞ്ഞ ഒരു മാർഗമായിരുന്നു, ഈ ഒരു പരിപാടിയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും, ഇത് വളരെ ഈസിയാണ്, നിനക്ക് ചെയ്യാവുന്നതാണെന്ന് പറയാണ്. ഏറ്റവും വലിയ രസം, ഈ കൂട്ടുകാരിക്കും ഇത് വേറെ ആരോ പറഞ്ഞു കൊടുത്താണ്. അപ്പൊ നമ്മുടെ ഒരു കുഴപ്പം, നമ്മളെപ്പോഴും അതിൽ ഒരാൾ പെട്ടുകഴിഞ്ഞാൽ നമ്മൾ അവരെ കുറ്റപ്പെടുത്തും. നിങ്ങൾക്ക് വേറെ വല്ല പണിയും ചെയ്തോടെ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചെയ്ത്. നമ്മൾ ഒരിക്കലും ഏതൊരു മനുഷ്യനും അവനുണ്ടാകുന്ന നിസ്സഹായ അവസ്ഥകൾ നമുക്കൊരിക്കലും അത് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും എല്ലാവരെയും നോക്കിയാൽ മതി. സോഷ്യൽ മീഡിയ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇന്ന് കാണാൻ കഴിയുന്ന കാര്യം അത് തന്നെയാണല്ലോ. നമ്മുടെ ആശയമല്ലാത്ത ആളുകളെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല, അവരെ കളിയാക്കുക. ഇനി ഒരാൾ പറയുന്ന കാര്യം നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് അയാൾക്ക് പറയാനുള്ള അവകാശമുണ്ട്. അത് എന്നെ ഹേർട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അത് അയാൾ പറഞ്ഞോട്ടെ എന്നതിന് പകരം അതിലെങ്കിലും എന്തെങ്കിലും ഒരു തെറി കമന്റ് പറയുന്ന ആ ഒരു സ്വഭാവത്തിലേക്ക് എത്തിയ ആളുകളാണ് നമ്മൾ. ഇത്തരത്തിലുള്ള ഇപ്പൊ ഒരു ആത്മഹത്യ നടന്ന ആ വാർത്ത വരുന്നതിന്റെ ചുറ്റും തന്നെ അത് വേണം, വേണ്ടാത്ത പണിക്ക് പോയിട്ടല്ലേ, ഇത് ഈ രീതിയിൽ തന്നെ സ്വന്തം പൈസയ്ക്ക് ലോട്ടറി വൈകുന്നേരം, സാധാ ലോട്ടറി ആണെങ്കിൽ പോലും സർക്കാരാണ് ഇറക്കുന്നതെങ്കിൽ പോലും അത് എടുത്തവനാണ് ഈ പറയുന്നതെന്ന് ആലോചിക്കണം. അവിടെയും തനിക്ക് എന്തോ ഒരു ഭാഗ്യം വരുന്നുണ്ട് തന്റെ ജീവിതത്തില്. അങ്ങനെയാണെങ്കിൽ ലോട്ടറി എടുക്കുന്ന ആളുകളൊക്കെ എന്താണ്, താൻ അധ്വാനിക്കുന്ന പൈസയ്ക്ക് പുറമെ എവിടെയോ കിട്ടുന്ന ഒരു ഭാഗ്യം പ്രതീക്ഷ കൊണ്ടാണ് ലോട്ടറി വരുന്നത്. ഇതിന്റെ കുഴപ്പം, ഇതിന്റെ അഡിക്ഷനാണ് ഇതിന്റെ കുഴപ്പം. ഏറ്റവും വലിയ സമൂഹത്തെ ബാധിക്കുന്നത് എങ്ങനെയെന്ന ചോദ്യത്തിന് ഇതെല്ലാ മനുഷ്യരും ഒരേപോലെ അല്ല എന്ന് പറയുന്ന പോലെ ഇത്തരത്തിലുള്ള വീട്ടമ്മമാർ ഇവർ പറ്റിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. നമ്മളിപ്പോ ഈ ഓൺലൈൻ തട്ടിപ്പിന്റെ കുറിച്ചുള്ള വാർത്തകളെല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങളിലും ആളുകളും പറയും. പക്ഷെ എന്നിട്ടും ആളുകൾ പെടുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോ പ്രവാസി നാടുകളിൽ, ഗൾഫിൽ, ഇപ്പോൾ സൗദി അറേബ്യ ആയിക്കോട്ടെ, ഒമാൻ ആയിക്കോട്ടെ, UAE ആയിക്കോട്ടെ, ഇവിടങ്ങളിലൊക്കെ ഈ ഫോണിന്റെ സിം ബാക്ക് വിളിച്ചിട്ട് ഒരു ലോബി തന്നെ പാകിസ്ഥാനിൽ ഇരുന്ന് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. എത്രയോ വിദ്യാഭ്യാസമുള്ള ആളുകൾ വീണിട്ടുണ്ട്. അപ്പൊ വിദ്യാഭ്യാസത്തിന്റെ കുറവല്ല, ഈ വാർത്തകൾ പ്രചരിച്ചിട്ടും പിന്നീട് ഇത് അറിയാത്ത ആളുകളുണ്ട്. ഇതാണ് ഇതിന്റെ ഒരു ഓൺലൈൻ രംഗത്തെ തട്ടിപ്പുകളുടെ പ്രധാന സംഗതി. ഇതിനടുത്ത് ഒരു വീട്ടമ്മ പെട്ട ഒരു പരിപാടി എന്ന് പറയുന്നത്, വെറും 2000 രൂപ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തു കഴിഞ്ഞാൽ, നിങ്ങൾ അത് അടച്ച് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈനിൽ നിങ്ങൾക്ക് ഓർഡർ കിട്ടും. എറണാകുളം ജില്ലയിലെ ഒരു ഓഫറായിരുന്നു ഇത്. എറണാകുളം ഭാഗത്തുള്ള ആളുകളെ ലാക്കാക്കിക്കൊണ്ട് അവരുടെ ടൈം ലൈനിലേക്ക് കയറി വരും. അപ്പൊ നമുക്കറിയാം, നമ്മുടെ തന്നെ ഫോണിലെ സെർച്ച് എഞ്ചിൻ പലതും ഓൺ ആയിരിക്കുമ്പോൾ നമ്മുടെ വർത്തമാനം
നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്, നമ്മൾ ആളുകളോട് ചോദിക്കുന്നത്, ഇതെല്ലാം തന്നെ ഇത് ക്യാച്ച് ചെയ്യും. ഇതാണ് ഇന്നത്തെ ബിസിനസ്. അതിനനുസരിച്ച് നമ്മുടെ ടൈം ലൈനുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ തന്നെ നമ്മൾ അറിയാതെ, നമ്മളിങ്ങനെ വിചാരിക്കില്ല, നമ്മളിങ്ങനെ മൊബൈൽ തുറന്നാൽ അതിലേക്ക് ആഡുകൾ ഇങ്ങനെ കയറി വരും. പത്രത്തിലേക്ക് ആ സ്ത്രീക്ക് ഒരു ആഡ് കയറി വന്നു. ആ ആഡിൽ ഉണ്ടായിരുന്നത്, എറണാകുളം, നിങ്ങൾ കുറച്ച് വരുമാനം ആഗ്രഹിക്കുന്ന ഒരു ആളാണോ, നിങ്ങൾക്കൊരു അവസരമുണ്ട്, വീട്ടമ്മയാണോ, വീട്ടമ്മമാരെ ലാക്കാക്കിയിട്ടാണ്, ആണെങ്കിൽ വെറും 2000 രൂപ എന്നൊരൊറ്റ കാര്യമാണ്. ഈ 2000 രൂപ അടയ്ക്കുകയും തനിക്ക് ഓർഡർ കിട്ടും ഓൺലൈനിൽ നിന്നാണ്. വിളിച്ചു ചോദിച്ചാൽ ആയിട്ടില്ല, പറയാമെന്നാണ്. കുറച്ച് കോഴ്സുകൾ എങ്ങനെയാന്നൊക്കെ പറയും. ഇത് 2000 രൂപ വെച്ച് നമ്മൾ ആലോചിക്കണം. 10,000 പേരെ ലാക്കാക്കി നടത്തിയാൽ 10,000 ഇൻറ്റു 2000 എത്രയാണെന്ന് നോക്കണം. ചില്ലറ സംഖ്യയല്ല. ഇത് തന്നെയാണ് ഇവിടെ നടക്കുന്ന മുഴുവൻ തട്ടിപ്പുകളും, ഓൺലൈനിൽ നടത്തുന്ന തട്ടിപ്പുകളുടെ പ്രധാന ലക്ഷ്യം. അതിൽ വീണു പോകുന്ന ആളുകൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇവിടെ ഇത് ഇത്തരം തട്ടിപ്പുകളാണെങ്കിൽ ഇത് ഓൺലൈൻ ഗെയിമിംഗ് ആണ്. നിങ്ങൾക്ക് നേരെ മുന്നിൽ നിന്ന് കാണാം മനുഷ്യന്റെ ആർത്തി, അല്ലെങ്കിൽ അവന്റെ നിസ്സഹായ അവസ്ഥ. മുഴുവൻ ആർത്തി എന്ന് പറയാൻ പറ്റില്ല. അവൻ അധ്വാനിച്ച് ജീവിച്ച് അവന്റെ പ്രശ്നങ്ങളെ നേരിടാൻ എടുക്കുന്ന സമയം, മറ്റുള്ള ആളുകളുടെ മുന്നിൽ കാണിക്കേണ്ട കാര്യങ്ങൾ, താനൊരു പരാജയമാണ് എന്ന അവന്റെ തോന്നലുകൾ, സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും ഒക്കെ ഉണ്ടാവും. ജീവിതത്തിൽ മുന്നേറണം. തങ്ങളുടെ ഭർത്താവിനെ സഹായിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വീട്ടമ്മ ആ പ്രവൃത്തിയിൽ ഏർപ്പെട്ടത്. എന്തോ ഭാഗ്യത്തിന് അവർക്ക് ഇവിടെ സംസാരിക്കാൻ ആളുകൾ ഉണ്ടാവുകയും അവർ കൃത്യമായിട്ട് ഇത് ഹസ്ബൻഡിനെ കൺവിൻസ് ചെയ്യുകയും ചെയ്തുകൊണ്ട് വലിയ കുഴപ്പങ്ങളില്ലാതെ ആ പ്രശ്നത്തെ തീർക്കാൻ പറ്റി. പലപ്പോഴും ഇത് കേട്ടാൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ഹസ്ബൻഡാണ്. അവരെ ഭയന്നുകൊണ്ട് ആ സ്ത്രീയും ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും. ഇത്തരത്തിൽ നിരവധി സംഭവങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഇത്തരം ആളുകൾ ഈ പറയുന്ന ഓൺലൈൻ ഗെയിമിങ്ങുകളിൽ അഭിരമിച്ചുകൊണ്ട് തങ്ങളുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ മാറ്റി തീർക്കാൻ തങ്ങൾക്ക് ഒരു ലാഭം കിട്ടും. ആ തുടക്കത്തിൽ ഉണ്ടാവുന്ന ഇതിന്റെ ഒരു പ്രത്യേകത, ഇതിൽ ഏർപ്പെട്ട ആളുകൾ പറയുന്നത്, നമുക്ക് തുടക്കത്തിൽ അവർ പൈസ ഇട്ട് തരും, വളരെ സന്തോഷകരമായിട്ട്, നമുക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് കിട്ടുന്ന ആ ലാഭം കണ്ടുകൊണ്ടാണ് നമ്മൾ കളിക്കുക. ഇത് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഗെയിമാണ് എന്നുള്ള അത്ര പോലും ഒരു രീതി നമ്മൾ ചിന്തിക്കില്ല. കാരണം നമ്മുടെ മുന്നിലെ ലക്ഷ്യം, പ്രധാന ലക്ഷ്യം ആ സാമ്പത്തികമായിരിക്കുമ്പോൾ ഇത് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. കിട്ടിയ ആളുകളാ പറയുന്നത്, പ്രധാനപ്പെട്ട സെലിബ്രിറ്റികളും അവരങ്ങനെ പറയുമെന്നാണ് നമ്മൾ ചിന്തിക്കുക. അതിനു വേണ്ടിയിട്ടാണ് അവരെ വെച്ചിട്ട് പരസ്യങ്ങൾ ചെയ്തിരുന്നത്. അതിനെ മുഴുവൻ റദ്ദ് ചെയ്തുകൊണ്ട് തന്നെയാണ് ലോകസഭയിലെ ശബ്ദ വോട്ടെടുപ്പോടെ ആ ഒരു വിധി പാസ്സായിട്ടുള്ളത്. തീർച്ചയായിട്ടും അതിന് എത്ര തന്നെയാലും അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ്. ഇനി അത് കൃത്യമായി നടപ്പിലാക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം എന്നുള്ളതാണ്. പലപ്പോഴും ഇതിൽ ഇനി വരാനുള്ള ഇതിനോട് ഒരു വെല്ലുവിളി എന്ന നിലയ്ക്ക് നമ്മുടെ ടോറന്റ് സൈറ്റുകൾ, സിനിമകളൊക്കെ അപ്ലോഡ് ചെയ്യുന്ന വിദേശത്തിരുന്നുള്ള, അപ്പൊ അവിടങ്ങളിലാണ് ഇത്തരം അനധികൃതമായിട്ടുള്ള സംഭവങ്ങൾ ഇനി കടന്നു വരാനുള്ളത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിത് കൃത്യമായി മനസ്സിലാക്കുക, ഇതിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുക, ഇത്തരം സൈറ്റുകളെ കുറിച്ചുള്ള വിവരങ്ങൾ നമ്മൾ അറിയിക്കേണ്ട അധികൃതരെ അറിയിക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് വളരെ വലിയ ഒരു റാക്കറ്റാണ്. മാത്രമല്ല ഇത് നിരവധി പേരുടെ ജീവൻ നഷ്ടപ്പെടുത്തിയേക്കാവുന്ന ഒന്നാണ്. അതിനെല്ലാം ഉപരി ഈ ഒരു ആ അഡിക്ഷൻ വൺസ് വന്നു കഴിഞ്ഞാൽ, ഞാൻ അറിയുന്ന നിരവധി ചെറുപ്പക്കാരായ ആളുകളുണ്ട്. അവർക്ക് അഡിക്ഷനിൽ നിന്ന് മോചനത്തിന് ഈ ചൂതാട്ടത്തോടുള്ള അഡിക്ഷൻ അവർക്ക് പറ്റുന്നില്ല. കാരണം എപ്പോഴൊക്കെയോ കിട്ടിയ പൈസ അതിൽ റിയാലിറ്റികളായിട്ടുള്ള ഉണ്ടാവും, പക്ഷെ അതിൽ ഏത് ഫേക്ക് നമുക്ക് അറിയാൻ പറ്റില്ല. ഈ റിയാലിറ്റി ഗെയിമുകളിൽ നിന്ന് 10,000 രൂപ തനിക്ക് ആവശ്യമുള്ളപ്പോൾ കിട്ടിയ ഒരു സുഹൃത്തിനെ എനിക്കറിയാം. ആ ഒരൊറ്റ 10,000 രൂപയുടെ പേരിൽ അയാളുടെ കണക്കുകൾ ഏകദേശം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 10 ലക്ഷം രൂപയോളം അയാൾ ചെലവഴിച്ചിരുന്നു എന്നുള്ളതാണ്. എപ്പോഴോ കിട്ടിയ 10,000 രൂപയ്ക്ക് അയാളുടെ ഭാര്യ പോലും അറിയാതെ ലോൺ എടുത്ത് പിന്നീട് അഡിക്ഷൻ ആയിട്ട് അദ്ദേഹത്തിന്, ഇതൊരു അതിശോക്തി പറയല്ല, ഇതിന്റെ കണക്കുകൾ കൃത്യമായിട്ട് അയാളെ കൊണ്ട് എഴുതി വെപ്പിച്ചതാണ് നമ്മൾ അറിയാൻ വേണ്ടിയിട്ട്. ഭയമായിരുന്നു, ഈ കണക്കുകൾ നോക്കാൻ അദ്ദേഹത്തിന് ഭയമായിരുന്നു. തനിക്ക് എപ്പോഴും കടമാണ്, തന്റെ പ്രശ്നങ്ങൾ തീരുന്നില്ല എന്ന് പറയുമ്പോഴും ഇല്ല എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഓരോ ദിവസവും നമുക്ക് അയാളെ കളിയാക്കാം, നമുക്ക് അയാളെ കുറ്റപ്പെടുത്താം. പക്ഷെ നമ്മൾ അയാളുടെ ഒരു മാനസികാവസ്ഥ ഉണ്ട്. നമ്മൾ വളരെ നിസാരമായിട്ട് ഈ ലോകത്ത് നടക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾ, ചില മനുഷ്യർക്ക് മറ്റു മനുഷ്യരെ പോലെ ചില കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുന്നില്ല എന്ന് അറിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അവിടെ ഒരു കുഴപ്പമുണ്ട്. അവരുടെ മാനസിക നിലവാരം മറ്റുള്ള ആളുകളെ പോലെയല്ല. ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിപ്പോകുന്ന ഇത് മനസ്സിലാക്കുന്ന ആളുകൾ തന്നെയാണ് ഇവരെ ടാർഗറ്റ് ചെയ്യുന്നത്. ഇത്തരം ആളുകൾക്ക് വൺസ് ഇത് എവിടെയെങ്കിലുമൊക്കെ തനിക്ക് കിട്ടും, അല്ലെങ്കിൽ ഇപ്പൊ ഇത്രയും കടം തനിക്കായി, ഈ കടം കിട്ടാൻ ഈ 10,000-ന് പകരം 1 ലക്ഷം വരുന്നാൽ അതിന്റെ പ്രശ്നം തീർന്നില്ല എന്നാണ്. ഇതിങ്ങനെ നമ്മൾ നടന്നുകൊണ്ടേയിരിക്കും. അവിടെയാണ് കോടികൾ, ഓൺലൈനിൽ നിന്ന് കോടികൾ ഉണ്ടാക്കാം, ലക്ഷങ്ങൾ സമ്പാദിക്കാം എന്ന് പറയുന്ന ആപ്പുകൾ. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, എളുപ്പത്തിൽ ഉണ്ടാകുന്ന ഏതൊരു കാര്യം ആയിക്കോട്ടെ
അത് ബിസിനസ്സിൽ തന്നെ നിങ്ങൾ നോക്കിക്കോ, ചെറിയ പൈസ ഇട്ട് ലക്ഷങ്ങൾ നിങ്ങൾക്ക് നേടാമെന്ന് പറയുന്ന ബിസിനസ് ആയിക്കോട്ടെ, ഏതൊരു സംഭവമാണെങ്കിലും അതിന്റെ പുറകിൽ ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ആ ഇല്ലീഗൽ കാര്യം നമ്മളെ കുഴപ്പത്തിലേക്ക് എത്തിക്കുക. പലപ്പോഴും നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ രാജ്യത്തിന് ദ്രോഹമുണ്ടാകുന്ന രാജ്യദ്രോഹ കുറ്റത്തിലേക്ക് വരെ നമ്മൾ എത്തിപ്പെടാവുന്ന സംഭവങ്ങളിലേക്കായിട്ട് മാറിപ്പോകാം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. നമ്മുടെ കുട്ടികളാണെങ്കിലും മക്കളാണെങ്കിലും അവിടെയും നമുക്ക് കെയർ ഉണ്ടാവേണ്ടതുണ്ട്. ഓൺലൈൻ ഗെയിമുകളുടെ കാര്യത്തിൽ അവർ ഏതെങ്കിലും ഇപ്പോൾ പല രീതിയിൽ പോകാം. IP അഡ്രസ്സ് മാറ്റുന്ന ടോറന്റ് പോലെയുള്ള സ്ഥലങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടങ്ങളിലെല്ലാം തന്നെ നമ്മൾ വളരെ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. നമ്മൾ നമ്മൾ അറിയുന്ന ആളുകളുടെ ഇടയിലേക്ക് ഈ ഓൺലൈൻ ഗെയിമുകൾക്കെതിരെ, അതേപോലെ പെട്ടെന്ന് പൈസ ഉണ്ടാക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ജാഗ്രത ഉണ്ടായിരിക്കുക. മക്കൾ ഗൂഗിൾ അക്കൗണ്ടിൽ നമ്മുടെ കാർഡ് ഉപയോഗിക്കുന്നുണ്ടോ, അവർ നമ്മുടെ പൈസ ഉപയോഗിക്കുന്നുണ്ടോ, അവർ ഏതൊക്കെ ഗെയിമാണ് കളിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച്, എന്തൊക്കെയോ കളിക്കുന്നുണ്ട് എന്ന രീതികളല്ലാതെ അതിനെക്കുറിച്ചുള്ള കൃത്യമായ മാതാപിതാക്കൾ എന്ന നിലയ്ക്ക് നമുക്ക് ഉത്തരവാദിത്വം ഉണ്ടാവണം. നമ്മൾ അറിയണം. അറിയാത്ത കാര്യങ്ങൾ, പഠിക്കാവുന്ന കാര്യങ്ങളുള്ളത്, അത് എന്താണ്, അത് എങ്ങനെയാ കളിക്കുന്നത്, അത് എന്താ ഉണ്ടാക്കുന്നത്, അത് എത്രത്തോളം കളിക്കുന്നുണ്ട്, എത്രത്തോളം അഡിക്ഷൻ ഉണ്ടാക്കുന്നുണ്ട്. ആ ഒരു പരിധി കഴിഞ്ഞാൽ അതൊന്ന് മാറ്റി നിർത്താൻ, അല്ലാണ്ട് മക്കളാണ് മൊബൈൽ വാങ്ങിച്ചു കൊടുത്തു നമുക്ക് സാധിക്കാത്തതാണെന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ദുഃഖിക്കേണ്ടി വരും. എല്ലാം തന്നെ അഡിക്ഷനാണ്. അപ്പൊ ആ അഡിക്ഷനെ കരുതിയിരിക്കാനും സമൂഹത്തിൽ കൃത്യമായ രീതിയിൽ പ്രവർത്തിക്കാനും നമുക്കെല്ലാം സാധിക്കട്ടെ എന്ന് ഓർമ്മിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. എന്നെ കേട്ടിരുന്നതിന് നന്ദി പറയുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.